clear a bottle of Cabernet. Wanna stay home, not even drink. Wanna get out of my own head. Wanna lay down, overthink. I wanna cry every tear I got. Put on a dress, be a stranger's dream. Lock up this heart of mine, wanna wear it on my sleeve. I kinda wanna hate you, but I wanna love you too. I wanna hold you close and let you go, find someone new. And I wish it wasn't, but my mind's made up in two. Hey guys, എന്താ പറയുക, ഇപ്പോൾ സമയം എത്രയായി? അയ്യോ, സമയം നോക്കാൻ പറ്റില്ലേ, എനിക്ക് ഇത്ര 3 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പം ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. പിന്നെ അതിനിടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു. ഞാൻ അമ്മയ്ക്ക് ഫുഡ് കൊടുക്കാൻ പോയി. അതായത് അമ്മയ്ക്ക് ഇവിടെ കടയുണ്ട്, തൊട്ടടുത്ത കട. ഞാൻ അവിടെ ഫുഡ് കൊടുക്കാൻ പോയി. അങ്ങനത്തെ കൊച്ചു കുഞ്ഞു കാര്യങ്ങളൊക്കെ സംഭവിച്ചു. 2 പ്രാവശ്യം കടയിൽ പോയി. അത് ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പം ഞാനിപ്പോൾ ഇങ്ങനത്തെ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അല്ല, ഞാൻ മിന്ത്രയിൽ നിന്ന് ഞാൻ ഒരു ബനിയൻ ഓർഡർ ചെയ്തായിരുന്നു. പിന്നെ ടീഷർട്ട് ഗേൾ ബനിയൻ അങ്ങനത്തെ നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു. കാണിച്ചു തരാം. സോ ഞാൻ 2 ടീഷർട്ട് ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ആദ്യത്തെ കാണിച്ചു തരാം. ആദ്യത്തെ ഒരു ഡാർക്ക് ഗ്രീനാണ്. ഇതാണ്, അയ്യോ, ഇതൊരു മീഡിയം സൈസാണ് കേട്ടോ. പക്ഷെ ഞാൻ മറ്റേ മിന്ത്രയിൽ ആ പുള്ളിക്കാരി ഇട്ടേക്കുന്ന ഫോട്ടോ കണ്ടപ്പം രസമായിരുന്നു കാണാനായിട്ട്. ക്വാളിറ്റി നല്ലതാണ്, അടിപൊളി ക്വാളിറ്റിയാണ്. പക്ഷെ എനിക്ക് ഇതിൻ്റെ ഈ ബട്ടർഫ്ലൈസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വീട്ടിലിടുന്ന ബനിയൻ പോലെ എനിക്ക് തോന്നും. എന്തോ ഒരു ശബ്ദം. അപ്പോൾ എനിക്ക് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിങ്ങനെ പുറത്തോട്ടിടാൻ തോന്നുന്നില്ല. ഇതങ്ങനെ തോന്നുന്നുണ്ടോ? ഒരു വീട്ടിലിടുന്ന ഒരു ബനിയൻ പോലെ. പക്ഷെ ഇതിന് ക്വാളിറ്റി നല്ലതാണ്. എനിക്കിതിന് എത്രയാണ്, 348 രൂപ എന്തോ ആയിട്ട്, 348. അപ്പം അതാണ്. അപ്പം ഇതാണ് ആ ബനിയൻ. എന്നിട്ട് ഇട്ടു. അപ്പം ഇങ്ങനെ ഇരിക്കും കേട്ടോ. എന്നിട്ട് കൈ നോക്കിയ ഒരു പ്രത്യേകതരം കൈയാണ്, കുറച്ചൊരു എന്താ പറയുക, ഒരു പ്രത്യേകതരം കൈ. അതാണ്. അപ്പം ഇപ്പോൾ പുറത്ത് ഉച്ചയ്ക്ക് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് നല്ലപോലെ മഴ പെയ്തു. നല്ലപോലെ ഒന്നും ചെറുതായിട്ടൊക്കെ മഴ പെയ്തു. ഇപ്പോൾ ഇടിമിന്നലുണ്ട്. ഇപ്പോൾ ഇടിമിന്നൽ എന്ത് ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പം ദാറ്റ്സ് ഇറ്റ്. പക്ഷെ എനിക്ക് ഈ ഒരു കളർ ചേരാത്ത പോലെ എനിക്കൊരു ഇതുണ്ട് കേട്ടോ. ഈ കളർ എനിക്ക് ചേരാത്ത പോലെ. CR7. അപ്പോൾ ഇന്ന് എനിക്കിങ്ങനെ വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ, റീൽസ് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് എടുക്കാൻ പറ്റിയില്ല. കാരണം പുറത്ത് ഒട്ടും സൺലൈറ്റ് ഇല്ല, സൂര്യപ്രകാശം ഇല്ല. അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്താ പറയുക, സൺലൈറ്റ് വേണം പുറത്ത്, പിന്നെ അതോടൊപ്പം കറണ്ടും വേണം. പറഞ്ഞ് ലൈറ്റ് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്കിത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഓരോ ദിവസം ഓരോ രീതിയിലാണ് കേട്ടോ. കാരണം സാധാരണ ദിവസങ്ങളൊക്കെ ഫുഡ് കുക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്നെനിക്ക് പറ്റില്ല. കാരണം നമ്മൾ കുക്ക് ചെയ്തിട്ട് പോയി, ഫുഡ് വെച്ചിട്ട് എന്താ പറയുക, കറി വെച്ചിട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ തന്നെ. ഹലോ. അപ്പോൾ ചായ ഇടാമെന്ന് വിചാരിച്ചു. ചായയല്ല, കാപ്പി ഇടാമെന്ന് വിചാരിച്ച് നമുക്ക് കാപ്പി ഇടാം. അപ്പം ഒരു സംഭവം ഞാൻ പറയാം. അതായത് കുറച്ച് ദിവസം മുമ്പ് ഞാനിങ്ങനെ കട്ടൻ കാപ്പി ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെച്ചു. ഞാൻ എൻ്റെ എന്തോ കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ മുറിയിൽ പോയി എനിക്ക് അറിയാം അവിടെ കട്ടൻ കാപ്പി ഇരിപ്പുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓഫ് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ വിചാരിച്ചു കുറച്ച് ഇരിക്കട്ടെ, ഇപ്പം എന്ത് സംഭവിക്കാനൊന്നും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ പൊട്ട ബുദ്ധിക്ക്, അതായത് കുറേയൊന്നും വൈകിയില്ല. എന്നാലും ഞാൻ കുറച്ച് കാപ്പിയും കുറച്ച് വെള്ളവും കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു, ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വന്നപ്പം ഇതിങ്ങനെ കരിഞ്ഞിരിക്കും, പാത്രം മൊത്തം കരിഞ്ഞു പോയി. അപ്പം ആദ്യത്തെ ഇൻസിഡൻ്റ് ആയിരുന്നു അങ്ങനെ കരിഞ്ഞു പോയത്. എന്തോ നമ്മുടെ കാപ്പി ഉണ്ട്. ഹലോ ഗൈസ്. അപ്പോൾ ഇപ്പം ഞാൻ കഴിച്ച മറ്റേ പന്നിയൊക്കെ ഇല്ലേ, അത് എന്താ പറയുക, പപ്പയുടെ അമ്മ കൊടുത്തു വിട്ടാണ് കേട്ടോ. അതാണ് ഞാൻ കഴിച്ചത്. നമ്മുടെ കാപ്പി ഇവിടെ ചൂടാറിയിട്ടുണ്ട്.
ഹേ ഗായ്സ്, അപ്പം കുറച്ച് മുമ്പ് നമ്മുടെ ഒരാൾ വന്നു കാണിച്ചു തരാൻ. അരാണ് ഇതാണ് ആൾ. ഓക്കെ, അയ്യോ ഫ്രിഡ്ജാണ്. എന്താ പറയുക, പടക്കം മൊത്തം പോയതാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ അകത്ത് അമേസിങ് ആണ്. അതായത് നമ്മുടെ വീട്ടിൽ എത്ര വർഷങ്ങളായിട്ട് ഫ്രിഡ്ജില്ല. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഫ്രിഡ്ജൊക്കെ വാങ്ങിക്കണം എന്നുള്ളത്. അപ്പം അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ പച്ചക്കറിയൊക്കെ വെക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ പുറത്തോട്ടൊക്കെ എടുത്ത് വെക്കുകയാണ്, പെട്ടെന്ന് കേടായി പോകും. പക്ഷേ ഫ്രിഡ്ജിനകത്തൊക്കെ വെക്കുവാണെങ്കിൽ അതങ്ങനെ ഇരുന്നോളൂല്ലോ, പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ തുറക്കാം. അപ്പം ഫ്രിഡ്ജ് അടിപൊളിയാണ്. എന്ത് ചെയ്യാനാണ്, വീടൊക്കെ എടുത്തപ്പോൾ പുതിയ പുതിയ അതിഥികളൊക്കെ വരുന്നു. എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.